വെനീസിലെ വ്യാപാരി. ഒരു പുതിയ കഥ. വെനീസിലെ കനാലുകളും പാലങ്ങളും നിറഞ്ഞ നഗരത്തിൽ ലിയോ എന്നൊരു വ്യാപാരി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ മുറാനോ ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു കപ്പലുണ്ടായിരുന്നു. ലിയോയുടെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സായിരുന്നു. ലിയോയുടെ ഉറ്റ സുഹൃത്തായിരുന്നു മാർക്കോ. വെനീസിലെ ഏറ്റവും മികച്ച ഗ്ലാസ് നിർമ്മാതാവായിരുന്നു മാർക്കോ. അദ്ദേഹത്തിന്റെ കൈകളിൽ പിറന്ന ഗ്ലാസ് ശില്പങ്ങൾ മഴവില്ലുപോലെ തിളങ്ങി. ഒരു ദിവസം ലിയോ മാർക്കോയുടെ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ മാർക്കോയെ വിഷമിച്ചിരിക്കുന്നതായി കണ്ടു. എന്തുപറ്റി മാർക്കോ? ലിയോ ചോദിച്ചു. ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് കേട്ടു. എന്റെ വർക്ക്ഷോപ്പിന്റെ മേൽക്കൂര വളരെ പഴകിയതാണ്. അത് നന്നാക്കിയില്ലെങ്കിൽ എന്റെ എല്ലാ ഗ്ലാസ് ശില്പങ്ങളും നശിച്ചുപോകും, മാർക്കോ പറഞ്ഞു. ലിയോ മാർക്കോയെ സഹായിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കപ്പലുകൾ അപ്പോഴേക്കും കടലിലേക്ക് യാത്ര തിരിച്ചിരുന്നു. കൈയിൽ പണമില്ലാത്തതുകൊണ്ട് ലിയോ പണം കടം വാങ്ങാൻ തീരുമാനിച്ചു. ലിയോ നഗരത്തിലെ ഒരു പണമിടപാടുകാരിയായ എലാരയെ സമീപിച്ചു. എലാര ഒരു വലിയ തുക കടം നൽകാൻ സമ്മതിച്ചു. പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ പണം തിരികെ നൽകിയില്ലെങ്കിൽ നീ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എനിക്ക് തരണം, എലാര പറഞ്ഞു. ലിയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു മാർക്കോ ഉണ്ടാക്കിയ ഒരു മനോഹരമായ ഗ്ലാസ് ശില്പമായിരുന്നു. അത് കൊടുക്കാൻ ലിയോയ്ക്ക് വിഷമമുണ്ടായിരുന്നെങ്കിലും മാർക്കോയെ സഹായിക്കാൻ അദ്ദേഹം ആ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു. ലിയോ പണം മാർക്കോയ്ക്ക് നൽകി. മാർക്കോ ഉടൻ തന്നെ തന്റെ വർക്ക്ഷോപ്പ് നന്നാക്കി. കൊടുങ്കാറ്റ് വന്നപ്പോൾ വർക്ക്ഷോപ്പിന് ഒരു കേടുപാടും പറ്റിയില്ല. മാർക്കോ ലിയോയ്ക്ക് നന്ദി പറഞ്ഞു. 3 മാസങ്ങൾ കഴിഞ്ഞു. കൊടുങ്കാറ്റ് കാരണം ലിയോയുടെ കപ്പലുകൾ വൈകി. പണം തിരികെ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എലാര തന്റെ വ്യവസ്ഥ പ്രകാരം ആ ഗ്ലാസ് ശില്പം ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും മാർക്കോ അവിടേക്ക് ഓടിയെത്തി. എലാര, ഇത് ലിയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ്. പക്ഷെ ഞാൻ ഇതിലും മനോഹരമായ ഒരു ശില്പമുണ്ടാക്കിയിട്ടുണ്ട്, മാർക്കോ പറഞ്ഞു. ആ ശില്പത്തിന്റെ സൗന്ദര്യവും അവരുടെ സൗഹൃദത്തിന്റെ ആഴവും കണ്ട് എലാരയുടെ മനസ്സുമാറി. നിങ്ങളുടെ സൗഹൃദമാണ് ഏറ്റവും വലിയ സമ്പത്ത്, എലാര പറഞ്ഞു. അവർ കടം എഴുതിത്തള്ളി. ലിയോയുടെ കപ്പലുകൾ വൈകാതെ തിരിച്ചെത്തി. ലിയോയും മാർക്കോയും സന്തോഷത്തോടെ ജീവിച്ചു.